T20 വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിക്കാൻ ഇനി കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. വരുന്ന ദിവസങ്ങളായിരിക്കും ടീമിനെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ആരൊക്കെ ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഇപ്പോഴിതാ രാഹുൽ ദ്രാവിഡ് വലിയ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദ്രാവിഡും രോഹിത് ശർമ്മയും തമ്മിൽ മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. PCCയും സെലക്ടർമാരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതേപറ്റി ഇപ്പോൾ ദ്രാവിഡ് പറഞ്ഞിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദ്രാവിഡ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇപ്രാവശ്യത്തെ T20 വേൾഡ് കപ്പ് BCCയെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്രാവശ്യമെങ്കിലും കപ്പ് നേടണമെന്നാണ് BCCI പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും മികച്ച കളിക്കാരെ മാത്രമേ ടീമിലെടുക്കൂ. ഞങ്ങൾക്കിപ്പോൾ കീപ്പറുടെ സ്ഥാനത്തിൽ മാത്രമാണ് ഒരു സംശയമുള്ളത്. 2 കീപ്പർമാർ സ്ക്വാഡിലുണ്ടായിരിക്കും. ഋഷഭ് പന്ത് ഞങ്ങളുടെ പരിഗണനയിലുണ്ട്. രണ്ടാമത്തെ കീപ്പർ ആരായിരിക്കുമെന്നതാണ് ചോദ്യചിഹ്നം. 3 ഓപ്ഷനാണ് ഞങ്ങൾക്ക് മുന്നിലുള്ളത്: ഇഷാൻ, രാഹുൽ, സഞ്ജു. ഇവരിൽ നിന്ന് ഒരാളെ ആയിരിക്കും T20 വേൾഡ് കപ്പിൽ എടുക്കാൻ പോകുന്നത്. ഋഷഭ് പന്ത് തന്നെയായിരിക്കും ഇന്ത്യയുടെ മെയിൻ കീപ്പർ. പന്ത് ഒരുപാട് കാലമായി ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ട്, അതുകൊണ്ട് പരിക്ക് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ബാക്കപ്പ് കീപ്പറായിട്ട് ഒരാളെ ഞങ്ങൾക്ക് ആവശ്യമാണ്. നിലവിലെ IPLലെ പ്രകടനമനുസരിച്ച് സഞ്ജുവിനായിരിക്കും നറുക്ക് വീഴാൻ പോകുന്നത്. സഞ്ജു വളരെ സ്ഥിരതയോടെ ബാറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ ഞങ്ങൾ മീറ്റിംഗ് കൂടി മാത്രമേ തീരുമാനിക്കൂ എന്ന് ദ്രാവിഡ് വ്യക്തമാക്കി. സഞ്ജു വേൾഡ് കപ്പ് ടീമിൽ ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സഞ്ജു ഉണ്ടെങ്കിൽ ഇന്ത്യ ഉറപ്പായിട്ടും വേൾഡ് കപ്പ് നേടും. ഒരു മലയാളി ലോകകപ്പിലുണ്ടെങ്കിൽ ഇന്ത്യ കപ്പ് നേടുമെന്ന വിശ്വാസം ആരാധകർക്കുണ്ട്. അതുമാത്രമല്ല, സഞ്ജു കഴിവുള്ളവനാണ്. ഒരുപാട് തവണ സഞ്ജുവിനെ അവഗണിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്രാവശ്യം BCCI സഞ്ജുവിനെ തഴയിലെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സഞ്ജു വേൾഡ് കപ്പിൽ വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെക്കട്ടെ. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.